അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരാണ് മുസ്ലിമീങ്ങൾ, എന്താണ് ഇസ്ലാം എന്നുള്ളത് വളരെ കുറഞ്ഞ പക്ഷം ആളുകളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. പലയിടത്തും അക്രമങ്ങളും ഭീകരപ്രവർത്തനങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ പാഠങ്ങളായി പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് ചില ആളുകൾ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. എന്നാൽ തൻ്റെ മതത്തെ സ്വീകരിക്കുന്നതോടൊപ്പം മറ്റു മതങ്ങളെ ഒരു കാരണവശാലും അവഹേളിക്കരുതെന്നും മറ്റു മതങ്ങളോട് പൂർണ്ണമായ സഹിഷ്ണുത പുലർത്തണമെന്നുമാണ് വിശുദ്ധ ഖുർആൻ ഷരീഫും പ്രവാചകനും ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ സമീപകാലത്ത് വർഗീയതയുടെയും വിധ്വംസക പ്രവർത്തനത്തിൻ്റെയും മേലാളന്മാരായി ഇസ്ലാമോഫോബിയ ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇസ്ലാമിൻ്റെ ലേബിൾ പ്രവർത്തിക്കുന്ന ചില സംഘടനകളെങ്കിലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അതായിരിക്കാം ഒരു പക്ഷേ പൽഹഗാമിൽ 29 വിലപ്പെട്ട ജീവനുകളെ കാർന്നു തിന്നിട്ടുണ്ടാവുക. അവിടെ നടന്ന ഭീകര പ്രവർത്തനത്തിന് ചില മുസ്ലിങ്ങളുടെ പേരുകളാണ് നാം കേട്ടത്. എങ്കിൽ മുസ്ലിം പണ്ഡിതർക്ക് പറയാനുള്ളത്, അവരുടെ ചൈതികൾ ഇസ്ലാമികമായിട്ട് ഖുർആനുമായിട്ട് യാതൊരുവിധ പുലബന്ധവുമില്ലാത്ത, ഇസ്ലാമിൻ്റെ കേവലം പേരുകൾ മാത്രം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഭീകരവാദത്തെയോ വിധ്വംസക പ്രവർത്തനങ്ങളെയോ തീവ്രവാദത്തെയോ ഇസ്ലാം എവിടെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ച് അനുഭവിച്ചവർക്കും ഇസ്ലാമിനെ പഠിച്ചവർക്കും കൃത്യമായിട്ട് അറിയാൻ കഴിയും. ഇസ്ലാമിൻ്റെ സഹിഷ്ണുത നിറഞ്ഞ 1400 ആണ്ടുകൾക്ക് മുമ്പുള്ള പ്രവർത്തനങ്ങൾ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ പ്രവാചകന്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ മക്കയിലെ ശത്രുക്കളെ മുഴുവനും പിടിക്കപ്പെട്ടപ്പോൾ അവരെ പ്രവാചകന് അരിഞ്ഞരിഞ്ഞ് വീഴ്ത്താമായിരുന്നു. പക്ഷേ അവരോട് പ്രവാചകൻ ആ സമയത്ത് പറഞ്ഞത്, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടെ വളരെ നിർഭയരായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് പോവാമെന്നാണ് പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത്. അന്തുമുത്തുലഖ എന്ന മനോഹരമായ പദമാണ് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിന്റെ അയൽവാസി ഒരു അമുസ്ലിമാണെങ്കിൽ പോലും നീ വയറ് നിറച്ച് ഉണ്ണുന്നത് നിന്റെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല, നീ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല എന്ന് ഉച്ചൈസ്വരം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. നിന്റെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ പോലും നീ അവനക്ക് അർഹമായ ആദരവും ബഹുമാനവും നൽകണമെന്നുകൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. ഇങ്ങനെയുള്ള നൂറുകണക്കിന് ഹദീസുകളും ചരിത്രങ്ങളും സംഭവങ്ങളും ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് മായാതെ മറയാതെ കിടക്കുന്ന സംഭവം വിവരമുള്ളവർക്കൊക്കെ അറിയാം. ആ മുസ്ലിം സഹോദരങ്ങൾക്ക് സാമ്പത്തികമായ ശാരീരികമായ സഹായങ്ങൾ ചെയ്യുന്നതിന് ഇസ്ലാം എവിടെയും വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അവനുമായി കൊടുക്കൽ വാങ്ങൽ, കച്ചവട വ്യാപാര വ്യവസായ ബന്ധങ്ങൾ നടത്തുന്നതിന് ഇസ്ലാമിൽ എവിടെയും വിരോധനങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അവൻ രോഗിയായാലും മരണപ്പെട്ടാലും അവനെ സന്ദർശിക്കാനും വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാനും അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വരെ ഇസ്ലാം എവിടെയും തടസ്സം നിന്നിട്ടില്ല. മുസ്ലിം ഇതര സഹോദരങ്ങൾ തമ്മിലുള്ള ഇസ്ലാമിൻ്റെ ഉജ്ജ്വലമായ പ്രഖ്യാപനങ്ങളും പ്രവർത്തനങ്ങളും. ലോകത്തെവിടെയെങ്കിലും ഇസ്ലാമിതര മതങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ പേരിൽ ആരെങ്കിലും ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ മേലിൽ വരവ് വെക്കുന്നത് ഒരിക്കലും ശരിയല്ല. അതോടൊപ്പം തന്നെ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖം നോക്കാതെ തക്ക ശിക്ഷ നൽകി ശിക്ഷിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. മുസ്ലിം പേരുകൾ വെച്ച് പുൽഗാമയിൽ നടന്നതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ നടത്തുന്ന അത്തരക്കാർ ഇസ്ലാമിൻ്റെയും രാജ്യത്തിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ശത്രുക്കളാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാറുള്ളത്. വിശ്വാസത്തിലൂന്നിയ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് ഒരുത്തൻ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവനെ മുസ്ലിം എന്ന് വിളിക്കാൻ ഒക്കുകയുള്ളൂ. കേവലം ഇസ്ലാമിക പേരുകൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ മാത്രം അവനെ മുസ്ലിം എന്ന് വിളിക്കാനോ മുസ്ലിം മതക്കാരനായോ ഒരിക്കലും തന്നെ ഗണിക്കുന്നതല്ല. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.